ഞാനൊരു വാവയുടെ ഫോട്ടോഷൂട്ട് നടത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ വാവയുടെ, അതായത് കുഞ്ഞിപ്പെണ്ണിന്റെ മാമോദീസയാണിന്ന്. അപ്പൊ രാവിലെ തന്നെ നേരെ പള്ളിയിലേക്കാണ് പോയത്. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. ഒരു സിമ്പിൾ ഓഫ് വൈറ്റ് ഡ്രസ്സ്. ദേ ഈ വരുന്നതാണ് കേട്ടോ കുഞ്ഞിപ്പെണ്ണ്. കുഞ്ഞിപ്പെണ്ണിന് ഇപ്പൊ 8 months ആയി. ആള് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ മാമോദീസയ്ക്ക് കയ്യിൽ അടങ്ങിയിരിക്കുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടായി. പക്ഷെ ആൾക്ക് കയ്യിലൊരു ടോയ് കൊടുത്തപ്പോഴേക്കും അതൊക്കെ ഇങ്ങനെ കിലുക്കി കിലുക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവള്. അച്ഛൻ അനുഗ്രഹിക്കുന്ന സമയത്തൊക്കെ അവള് ഹൈഫൈ ആന്നോർത്ത് അച്ഛന് ഹൈഫൈ കൊടുക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. ആള് നല്ല വികൃതിയാണ്. ഒരു ചാൻസ് കിട്ടി അപ്പം നമ്മളെ മാന്തും. നേരത്തെയൊക്കെ ഒരു 2-3 മന്ത്സിനുള്ളിൽ ബാപ്റ്റിസം ഒക്കെ പിള്ളേരുടെയൊക്കെ കഴിയും. പക്ഷേ ഇപ്പോൾ 1 വയസ്സ് 2 വയസ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാപ്റ്റിസം ഒക്കെ നടത്തുന്നവരുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു 6-8 മന്ത്സിനുള്ളിൽ ബാപ്റ്റിസം നടത്തുന്നതാണ് ട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഒത്തിരി അവർ വലുതും അല്ല എന്നാൽ ഒത്തിരി കുഞ്ഞുമല്ല. നല്ലോണം ഫോട്ടോസിനൊക്കെ അവർ പോസ് ചെയ്യുന്നത് ഇതേപോലെ. അങ്ങനെ പള്ളിയിലത്തെ ചെറിയ ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഹോളിലേക്ക് പോയി. അവിടെ കേക്കൊക്കെ മുറിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. നമുക്ക് വേറൊരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു. അയ്യോ, കുഞ്ഞിപ്പെണ്ണിൻ്റെ ശരിക്കുള്ള പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. അബിഗെയിൽ എന്നാണ് കേട്ടോ. അബിഗേലിന്റെ അർത്ഥം എന്താ? ഫാദേഴ്സ് ജോയ് അങ്ങനെ എന്തോ ആണ്. ഇവൾക്ക് പേരിടുന്ന സമയം ഞാൻ ഒരിക്കലും മറക്കില്ല. കാര്യം അതൊരു വെളുപ്പിനായിരുന്നു. ചേട്ടൻ വിളിച്ചിട്ട് ചേച്ചിനെ ലേബർ റൂമിൽ കയറ്റി. അപ്പോൾ പെട്ടെന്ന് ഒരു പേര് പറയണം, ഇവിടെ ഹോസ്പിറ്റലിൽ പറയാനാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഗൂഗിളിൽ നോക്കി, അമ്മ ബൈബിളിൽ നോക്കി. അങ്ങനെ നമ്മൾ ഈ ഒരു അബിഗേൽ എന്നുള്ള പേര് പറഞ്ഞു. അപ്പോൾ ചേച്ചിയുടെ ഫാമിലിയും ഈ ഒരു പേര് തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് അബിഗെയിൽ റെനീഷ് എന്നിട്ടത്. അവള് ജനിക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുന്നേ മാത്രമാണ് കേട്ടോ നമ്മൾ ഈ പേര് നോക്കിയത്. അതിന് മുമ്പ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മാമോദീസൊക്കെ കൂടി വീട്ടിൽ വന്ന് നേരെ ഡാൻസ് പ്രാക്ടീസിന് പോയി. ഇന്ന് ഞങ്ങളുടെ ഫാമിലി യൂണിറ്റിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് നേരെ പ്രാക്ടീസിന് പോയി കഴിഞ്ഞിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറി കേട്ടോ. ഞാൻ ചേട്ടന്റെ ഷർട്ട് അടിച്ചു മാറ്റി. അങ്ങനെ നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്ന വീട്ടിലേക്ക് പോയി. അങ്ങനെ പിന്നെ പരിപാടികളൊക്കെ തുടങ്ങി. അച്ഛൻ വന്നിട്ടോ. നമ്മുടെ ഇടവകയിൽ ഓരോ ദിവസം ഓരോ യൂണിറ്റിലെ സെലിബ്രേഷൻ ഉണ്ടാവും. അങ്ങനെ കേക്കൊക്കെ മുറിച്ചു, വൈനൊക്കെ കുടിച്ചു, പിന്നെ പരിപാടികളിലേക്ക് കടന്നു. പിന്നെ അതേ ഞങ്ങളുടെ ഡാൻസ് വേണമെങ്കിൽ കുറച്ച് നിങ്ങൾ കണ്ടോ. വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇയറിലെ ക്രിസ്മസ് സെലിബ്രേഷൻ എനിക്ക് വളരെ സ്പെഷ്യലാണ്. ഞാൻ ഈ ഫാമിലി യൂണിറ്റിലെ മെമ്പർ ആയിട്ടുള്ള ചിലപ്പോൾ ലാസ്റ്റത്തെ ക്രിസ്മസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ യൂണിറ്റിലെ മിക്ക കുട്ടികളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ അത് അങ്കിൾമാരും ചേട്ടന്മാരൊക്കെ കളിച്ചു. നല്ല കളർഫുൾ പരിപാടിയായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞതേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇതെൻ്റെ കസിൻസാണ്. ഞങ്ങൾ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ വീട്ടിലേക്ക് പോയി.